പശ്ചാത്തലം മനസ്സിലാക്കാതെ ആരുടെയെങ്കിലും ചെയ്തികളെ വിമർശിക്കുന്നത് നാമും തെറ്റുവാൻ കാരണമാകും. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യോസഫിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രസ്താവന നടത്തിയത്. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ അഭിനയിച്ച നാടകവും അവരോട് പെരുമാറിയ വിധവും ഒട്ടും ശരിയായില്ല എന്നും ഇതുവരെ സകല പ്രതിസന്ധികളിലും പതറാതെ മുന്നേറിയ ഈ നല്ല മനുഷ്യൻ വലിയ സ്ഥാനം കിട്ടിയപ്പോൾ അധികാരം തലയ്ക്കകത്ത് കയറി പ്രതികാരം ചെയ്യുന്നു എന്നും ചിന്തിക്കുന്ന അനേകരുണ്ട്. യോസഫ് തൻ്റെ സഹോദരന്മാരോട് കാണിച്ചത് പക്വതയുള്ള ആരും ചെയ്യുന്നതല്ല എന്നാണ് അവരുടെ ഭാഷ്യം. പ്രത്യക്ഷത്തിൽ യോസഫിൻ്റെ പ്രവർത്തികൾ ഈ പറയുന്ന വാദഗതിയെ ശരിവെക്കുന്നതാണ് എന്ന് തോന്നും. എന്നാൽ തൻ്റെ പിന്നീടുള്ള പ്രതികരണങ്ങളെ പഠിച്ചാൽ യോസഫിൽ താഴ്മയും വിശ്വസ്തതയും വർദ്ധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. താൻ തൻ്റെ സഹോദരന്മാരെ പ്രതികാര ബുദ്ധിയിൽ ദ്രോഹിക്കുകയല്ലായിരുന്നു, മറിച്ച് അവരെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുക മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് യോസഫ് എടുത്തു ചാടി ചെയ്യുന്നതല്ല എന്നോർക്കണം. പിന്നെയോ അവൻ ഈ വലിയ പദവിയിൽ എത്തിയപ്പോൾ മുതൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. തൻ്റെ മൂത്ത മകൻ ജനിച്ചപ്പോൾ തന്നെ യോസഫ് പഴയതൊക്കെ മറന്നു എന്ന് അവൻ്റെ പേരിടിയിൽ നിന്നും വ്യക്തമാണല്ലോ. എന്നാൽ ഒരു ദിവസം തൻ്റെ സഹോദരന്മാർ അവിടെ വരുമെന്ന് യോസഫിന് നിശ്ചയമുണ്ടായിരുന്നു. താൻ ഇന്നനുഭവിക്കുന്ന സന്തോഷ സമൃദ്ധിയിൽ തനിക്കുള്ളവരെ കൂടി കൊണ്ടുവരണം എന്ന് യോസഫ് ആഗ്രഹിച്ചതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ തൻ്റെ സഹോദരന്മാരുടെ ഈ കുതികാലി വെട്ടുന്ന സ്വഭാവത്തിന് മാറ്റമില്ല എങ്കിൽ സമൃദ്ധിയുടെ നാട്ടിലും അവർ തലതല്ലി കീറി നശിക്കുമെന്ന് യോസഫിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം ശരിക്കും അറിയാമായിരുന്ന യോസഫ് അവരെ ഈ പ്രശ്നത്തിലാക്കി ശരിയായ തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ യാതൊരു തെറ്റുമില്ല. എല്ലാവരും അത് സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഇതേക്കുറിച്ച് വിശദമായി നമുക്ക് ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലൂടെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഏതൊക്കെ ഭാഗത്താണ് ഈ സഹോദരന്മാർക്ക് മാറ്റം ആവശ്യമായിരിക്കുന്നതെന്ന് യോസഫിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുതന്നെയാണ് ഈ പരീക്ഷകളിലൂടെ യോസഫ് നേടിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, തൻ്റെ അപ്പൻ യാക്കോബിനോടുള്ള സഹോദരന്മാരുടെ കരുതൽ എത്രമാത്രമുണ്ടെന്ന് യോസഫ് പരീക്ഷിച്ചു. പണ്ട് യോസഫ് അവരെ കാണുവാൻ ചെന്നപ്പോൾ യോസഫിനെ നശിപ്പിക്കുവാൻ പരിപാടിയിട്ട അവർക്കറിയാമായിരുന്നു യോസഫ് ഇല്ലാതെ വന്നാൽ അത് കൂടുതൽ വേദനിപ്പിക്കുന്നത് അവരുടെ അപ്പൻ യാക്കോബിനെ ആകുന്നു എന്ന്. എന്നാൽ അവർ അന്നതൊട്ടും വകവെച്ചില്ല. യോസഫിനോടുള്ള വിരോധം അവരുടെ അപ്പനെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ പോലും പ്രതികാരമായി അവരിൽ ശക്തി പ്രാപിച്ചു. യാക്കോബ് ഈ കഴിഞ്ഞ 20-ൽ പരം വർഷങ്ങളായി തിന്ന തീയ് പറഞ്ഞറിയിക്കുവാൻ തന്നെ പ്രയാസം. ഇന്ന് അവർക്ക് തങ്ങളുടെ പിതാവിനോടുള്ള മനോഭാവം യോസഫ് പരീക്ഷിക്കുകയായിരുന്നു. അവന് മനസ്സിലായി ഈ സഹോദരങ്ങൾക്ക് തങ്ങളുടെ പിതാവിനോട് സ്നേഹവും കരുതലും ഉണ്ട് എന്ന്. യഹൂദയുടെ വാക്കുകൾ എത്ര ഹൃദയസ്പർശിയാണ്. അവൻ സ്വയം ഒരു അടിമയായിട്ടാണെങ്കിൽ പോലും അപ്പൻ ദുഃഖിക്കുവാൻ ഇടവരരുത് എന്ന് കെഞ്ചുകയാണ്. രണ്ടാമതായി, പണ്ട് ഈ സഹോദരന്മാർ തമ്മിൽ യാതൊരു ഒത്തൊരുമയുമില്ലായിരുന്നു. സ്വന്തം നിലനിൽപ്പിനായി എന്തും ചെയ്യുവാൻ മടി കാണിക്കാതിരുന്നവർ. എന്നാൽ ഇപ്പോൾ ബെന്യാമീനെ സംരക്ഷിക്കുവാനുള്ള അവരുടെ പ്രയത്നം പ്രശംസനീയം തന്നെയാണ്. പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ സ്വയം രക്ഷിക്കുവാനായി ബെന്യാമീനെ അവിടെ കളഞ്ഞിട്ട് അപ്പനോട് കള്ളം പറഞ്ഞേനെ. എന്നാൽ ഇപ്പോൾ അവർ മാറി. മൂന്നാമതായി, യോസഫിന് അറിയണമായിരുന്നു ഈ പറഞ്ഞ സഹോദരങ്ങൾ തങ്ങളുടെ തെറ്റിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന്. അവർ യോസഫിന്റെ മുൻപിൽ വെച്ച് പറഞ്ഞതൊക്കെ അവരുടെ പശ്ചാത്താപത്തിന്റെ ഒന്നാന്തരം ഉദാഹരണങ്ങളാണ്. അതെ, സ്വന്തം തെറ്റിനെക്കുറിച്ച് അവർക്ക് അഗാധമായ ദുഃഖമുണ്ടായിരുന്നു. തങ്ങൾ യോസഫിനോട് ചെയ്തത് അനീതിയായിപ്പോയി എന്ന്
അവർ അംഗീകരിച്ചു. അതെ, പുതിയൊരു സംവിധാനത്തിലേക്ക് പ്രവേശിച്ച് ജീവിതം ഫലവത്താക്കുവാൻ കഴിയണമെങ്കിൽ തൻ്റെ സഹോദരങ്ങളിൽ യോസഫ് ഈ ഗുണങ്ങളൊക്കെ പ്രതീക്ഷിച്ചു എന്നത് സ്വാഭാവികമാണ്. തങ്ങളെ തന്നെ രക്ഷിക്കുന്നതിനായി ബെന്യാമീനെ അടിമയായി വിറ്റുകളയുവാൻ അവർ താൽപ്പര്യപ്പെടുമോ? തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുന്നതിനു മുൻപായി ഈ സംശയങ്ങൾക്കെല്ലാം തൃപ്തികരമായ മറുപടി കണ്ടുപിടിക്കുവാനാണ് യോസഫ് ഒരുങ്ങുന്നത്. അന്ന് തന്നെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ താൻ അനുഭവിക്കേണ്ടി വന്നതുപോലെ ഇനിയും അവർ പ്രവർത്തിക്കില്ല എന്നുള്ളതിന് ഉറപ്പായ തെളിവ് ലഭിക്കത്തക്കവണ്ണമാണ് യോസഫ് അടുത്ത പരീക്ഷ അവർക്ക് നൽകുന്നത്. ആ കൂട്ടത്തിന്റെ വക്താവായി യഹൂദയെയാണ് നാം കാണുന്നത്. ഇവിടെ വിസ്മയകരമായൊരു ചിത്രമാണ് അവനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. ബെന്യാമീന്റെ സ്ഥാനം താൻ ഏറ്റെടുക്കാമെന്ന് യഹൂദ ഉറപ്പായി പറയുന്നു. ബെന്യാമീനെ രക്ഷിക്കുവാനായി യഹൂദ വാദിക്കുന്നത് തിരുവചനത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗമായി നാം കാണുന്നു. തലേ ദിവസത്തെ വിരുന്നും സൽക്കാരവും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം യോസഫ് തന്റെ സഹോദരന്മാരെ വീട്ടിലേക്ക് അയക്കുന്നു. 44 അധ്യായത്തിന്റെ ആദ്യ ഭാഗം നാം നോക്കുമ്പോൾ, അനന്തരം അവൻ തന്റെ ഗൃഹവിചാരകനോട്, നീ അവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവനവന്റെ ചാക്കിന്റെ വായ്ക്കൽ വയ്ക്കുക. ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളികൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യ വിലയും വെക്കുക എന്ന് കൽപ്പിച്ചു. യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്രയയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പ് യോസഫ് തന്റെ ഗൃഹവിചാരകനോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത്? അതിലല്ലയോ എന്റെ യജമാനൻ കുടിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു. യോസഫ് സഹോദരന്മാരെ പറഞ്ഞയക്കുന്നു. എല്ലാം ശരിയായി എന്ന ധാരണയിൽ സഹോദരന്മാർ യാത്ര ആരംഭിക്കുകയാണ്. ഈ പ്രാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്തോ പറ്റിയോ എന്തോ. ഒരാൾ പറഞ്ഞു കാണും, അയാൾ മാനസാന്തരപ്പെട്ട് കാണും കേട്ടോ. വേറൊരാൾ പറഞ്ഞു കാണും, ദൈവം പ്രവർത്തിച്ചതാകാനാ വഴി. മറ്റൊരാൾ പറഞ്ഞു കാണും, ബെന്യാമീനെ കണ്ടപ്പോൾ ആകെ അങ്ങ് താണു കാണും. നമ്മൾ കള്ളം പറഞ്ഞു എന്നാണ് അവൻ ചിന്തിച്ചത്, പക്ഷെ ഇപ്പോൾ നാം സത്യമാണ് പറയുന്നത് എന്നവന് ബോധ്യമായി കാണും. ഇതൊക്കെ പറഞ്ഞ് അവർ മുൻപോട്ട് പോകുകയാണ്. അങ്ങനെ അവർ പറയാതിരുന്നാൽ ആശ്ചര്യപ്പെട്ടാൽ മതിയല്ലോ, അല്ലേ? കാരണം ഈ വിദ്വാൻമാരെ എല്ലാം നമുക്കറിയാവുന്നതാണല്ലോ. പക്ഷെ സംഗതി അമ്പേ വഷളായിരിക്കുകയാണെന്ന് അവരൊട്ടറിയുന്നില്ല. ബെന്യാമീന്റെ ചാക്കിൽ യോസഫിന്റെ പാനപാത്രമുണ്ടെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ യോസഫിന്റെ ഗൃഹവിചാരകൻ പ്രത്യേക നിർദ്ദേശവുമായി ആ പുരുഷന്മാരുടെ പുറകെ ചെന്നു. ആ സഹോദരന്മാർ അല്പദൂരം ചെന്നപ്പോൾ തന്നെ അയാൾ അവരോടൊപ്പം എത്തി. ഇതാ ഒരു പട മുഴുവൻ അവരുടെ പിന്നാലെ. യോസഫിന്റെ പാനപാത്രം മോഷ്ടിച്ചതിന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വരവും. അപ്പോൾ ആ പുരുഷന്മാരുടെ ചിന്ത എന്തൊക്കെയാകും ഇല്ലേ? 6-7 വാക്യങ്ങളിൽ അവൻ അവരുടെ അടുക്കലെത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത്? ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല. ഗൃഹവിചാരകൻ അവരോട് പറയുന്നത് ശ്രദ്ധിച്ചോ? എന്റെ യജമാനൻ ഈ പാനപാത്രത്താൽ അല്ലയോ ലക്ഷണം നോക്കുന്നത്? യോസഫ് ഒരു പ്രവാചകനായിരുന്നെന്നും ഭാവിയെക്കുറിച്ച് പറയുവാനുള്ള കഴിവ് അവനുണ്ടായിരുന്നെന്നും മറക്കരുത്. അത് ശരിയാണെന്ന് സ്ഥാപിക്കത്തക്കവണ്ണം പലരുടെയും സ്വപ്നങ്ങളുടെ അർത്ഥം അവൻ കൃത്യമായി പറഞ്ഞതും നമുക്കറിയാം. ഒരുപക്ഷെ ഈ പാനപാത്രം അവൻ ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ച തന്ത്രത്തിന്റെ ഒരു ഭാഗമായിരുന്നിരിക്കും അത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, അതായത് യോസഫിന്റെ ആ വരം ദൈവത്തിൽ നിന്നും ലഭിച്ചതായിരുന്നു. അതും എഴുതപ്പെട്ട വെളിപ്പാടിന് മുൻപാണ് അത് നൽകിയിരുന്നതും. ഇന്ന് അപ്രകാരമല്ല. ഇന്ന് വല്ല പാനപാത്രമോ കുറിയോ കവടിയോ ഒന്നും വെച്ച് ദൈവഹിതം അറിയേണ്ടവരല്ല ദൈവമക്കൾ. കൈനോട്ടവും പാടില്ല. അതൊക്കെ അർത്ഥശൂന്യമാണ്. അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിപ്പീര് നടക്കുന്നുമുണ്ട്. നിങ്ങൾ ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. സകല പ്രശ്നത്തിൻ്റെയും പരിഹാരവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ അടുത്ത് പോയി നിങ്ങളുടെ പണമൊക്കെ കൊടുത്ത് അല്പം
സന്തോഷമൊക്കെ ആയിട്ടിരിക്കുവാൻ സാധിക്കും. ഈ വക കാര്യങ്ങളിലേക്ക് തിരിയുന്ന മനുഷ്യരുടെ പരിതാപകരമായ ആത്മീയ അന്തരീക്ഷമത്രേ ഇത് വെളിപ്പെടുത്തുന്നത്. ഇതും കൊണ്ട് നടക്കുന്നവരെയാണ് ആത്മീയത്തിന്റെ അത്യുച്ഛ കോടിയിലുള്ളവരെന്ന് കണക്കാക്കുന്നത് ഇക്കാലങ്ങളിൽ. ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടു, ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥനയ്ക്കായി എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഉടനെ തന്നെ പറയും. അത്ര മിടുക്കനാണ് അയാളുടെ ബൈബിൾ കയ്യിലെടുത്ത് അതിൻ്റെ കുത്തിക്കെട്ടിയിരിക്കുന്ന ഭാഗം, അതായത് ചുവട് കൈവെള്ളയിൽ വെച്ചിട്ട് തുറന്നു വരുന്ന വേഗതയനുസരിച്ചാണ് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത്. ചില പ്രശ്നങ്ങൾ വളരെ വേഗം കൈകാര്യം ചെയ്തെങ്കിലേ പരിഹാരമാകൂ എന്നയാൾ സമർത്ഥിക്കും. ബൈബിൾ തുറക്കുന്ന വേഗതയനുസരിച്ചാണ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നതും. അയാൾ പ്രയാസമുള്ള പ്രശ്നത്തിന് 21 മുതൽ 52 വെള്ളിയാഴ്ച വരെ ഉപവസിക്കണം. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ 3 മുതൽ 7 വെള്ളിയാഴ്ച വരെ മതി. വെള്ളിയാഴ്ചയല്ലാതെ വേറെ ഏത് ദിവസം ഉപവസിച്ചാലും പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്നാണ് അയാളുടെ വാദം. അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റാറില്ല എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ കണക്കുകൂട്ടൽ ശരിയാകണമെന്നില്ല. അയാൾ കണക്ക് കൂട്ടിയത് തന്നെ ആ വീട്ടിൽ നിന്നും കൊണ്ടുപോകും. ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സമയം തികയുകയില്ല. നാം വളരെ സൂക്ഷിക്കണം. ഒരു ദുഷ്ടലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മെ സമീപിക്കുന്ന ആരെയും നാം ഈ വക കാര്യങ്ങൾക്കായി വിശ്വസിക്കരുത്. യോസഫിനൊരു വരമുണ്ടായിരുന്നു. അത് ആ പാനപാത്രത്തിലല്ലായിരുന്നു. അവന്റെ വരം ദൈവത്തിൽ നിന്നുമായിരുന്നു. ഏതായാലും യോസഫിന്റെ ഗ്രഹവിചാരകൻ ചെന്ന് ആ പുരുഷന്മാരെ ചോദ്യം ചെയ്യുന്നു. തങ്ങളിൽ ആരുടെയും കയ്യിൽ അങ്ങനൊരു സാധനമില്ലെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. എന്നാൽ ഗ്രഹവിചാരകൻ ഒരു വ്യവസ്ഥയിന്മേൽ അവരുടെ ചാക്കുകളെല്ലാം പരിശോധിച്ചു. അതായത് അവരുടെ ആരുടെയെങ്കിലും കൈവശം അത് കണ്ടാൽ അവൻ മരിക്കണം, ബാക്കി എല്ലാവരും യോസഫിന് അടിമകളും ആകും എന്ന്. അത് അവരുടെ ആരുടെയും കൈവശമില്ലെന്ന് അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏതായാലും പരിശോധിച്ച് ചെന്നപ്പോൾ അത് യോസഫ് വെക്കുവാൻ പറഞ്ഞിടത്ത് തന്നെ കണ്ടു. ഇപ്പോൾ സംഗതിയാകെ പ്രശ്നമായി. മഹാദുഃഖത്തിന്റെ പ്രതീകമായി അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറുന്നു. അവരെല്ലാം യോസഫിന്റെ അടുത്തേക്ക് പോകുവാൻ തിരിഞ്ഞു. ബെന്യാമീൻ ഇല്ലാതെ അവർ അപ്പന്റെ അടുത്തേക്ക് പോകുകയില്ല എന്നത് തീർച്ചയാണ്. ഇതാ അവർ മടങ്ങി വന്ന് യോസഫിന്റെ കാൽക്കൽ വീഴുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലേക്കും വലിയ വേദനയുടെ സമയം. അതെ, തകർന്ന ഒരു കൂട്ടം പുരുഷന്മാർ. ആകെ തകർന്നിരിക്കുന്നു അവർ. രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം. അവരെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ സുഹൃത്തെ. ഏതായാലും യോസഫ് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പോഴതാ യഹൂദ മുൻപോട്ട് വരുന്നു. ഈ മനുഷ്യന്റെ സ്വഭാവ മാഹാത്മ്യം ഇവിടെ എടുത്തു കാണിക്കുന്നു. ഒരു കാര്യം നാം ഇവിടെ ഓർക്കണം. യഹൂദയുടെ ഈ ഗോത്രത്തിൽ നിന്നുമാണ് ലോകരക്ഷകൻ വന്നത്. മനോഹരമായ ഒരു പ്രസംഗമാണ് ഈ യഹൂദ ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ മേൽ വരുന്നത് തങ്ങളുടെ തന്നെ പാപം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് യഹൂദ ഏറ്റുപറയുന്നു. 16-17 വാക്യങ്ങൾ. അതിന് യഹൂദ, യജമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു? എന്തു ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനൻ അടിമകൾ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യില്ല. ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും. നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. തങ്ങളുടെ സഹോദരനെക്കുറിച്ചുള്ള അവരുടെ കരുതലും സ്നേഹവും ഒന്ന് പരീക്ഷിക്കുവാനാണ് യോസഫിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. അവൻ പറയുന്നത് കുറ്റക്കാരൻ ബെന്യാമീനാണ്. അതുകൊണ്ട് അവൻ മാത്രം മിസ്രയീമിൽ തടവുകാരനായി കിടന്നാൽ മതിയാകും എന്നത്രേ. യോസഫിനെ അവർ അടിമയായി വിറ്റതാണ്. ഇപ്പോൾ ബെന്യാമീനെ ഇവിടെ വിടുക. അവന് എന്റെ അടിമയായിരിക്കാമല്ലോ. അവനാണ് കുറ്റക്കാരൻ. ബാക്കിയുള്ളവർക്ക് വീട്ടിൽ പോകാം. തുടർന്ന് യഹൂദ കാര്യങ്ങളെല്ലാം തുറന്ന് യോസഫിനോട് പറയുന്നതാണ് 18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഹൃദയസ്പർശിയായ ഒരു സംവാദം.
അപ്പോൾ യഹൂദ അടുത്ത് എന്ന് പറഞ്ഞത്, യജമാനനെ, അടിയന്റെ നേരെ കോപം ജ്വലിക്കരുതേ. യജമാനൻ ഫറവോനെ പോലെയല്ലോ. നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായൊരു അപ്പനും അവന് വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകനുമുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ. അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അടിയങ്ങളോട്, എനിക്ക് കാണേണ്ടതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചുവല്ലോ. ഞങ്ങൾ യജമാനനോട്, ബാലന് അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതിന് യജമാനൻ അടിയങ്ങളോട്, നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു. അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു. അനന്തരം ഞങ്ങളുടെ അപ്പൻ, നിങ്ങൾ ഇനിയും പോയി കുറെ ധാന്യം നമുക്ക് കൊള്ളുവിനെന്ന് പറഞ്ഞു. അനുജൻ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം, അനുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എൻ്റെ ഭാര്യ എനിക്ക് 2 പുത്രന്മാരെ പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി, അവനെ പറിച്ചു കീറിപ്പോയി. നിശ്ചയം ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. ബെന്യാമീനെ കൊണ്ടുവരുവാൻ അവർ പെട്ട പാടും അപ്പനോട് ചെയ്ത വ്യവസ്ഥയുമെല്ലാം വളരെ ഹൃദയസ്പർശിയായി യഹൂദ അവതരിപ്പിച്ചു. 29 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതാണ്. അവരുടെ അപ്പന്റെ പ്രയാസം യഹൂദ വ്യക്തമാക്കി. വാസ്തവത്തിൽ പിതാവിനെ വഞ്ചിച്ചതാണ്. യോസഫിന് ആ വസ്തുത ഇപ്പോൾ മനസ്സിലായി. നാളുകൾക്ക് മുൻപ് തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് തന്റെ സഹോദരന്മാർ അപ്പനെ അറിയിച്ചത് എന്തായിരുന്നു എന്ന് യോസഫിന് ഇപ്പോൾ കൃത്യമായിട്ടറിയാം. ആദ്യമായിട്ടാണ് ആരെങ്കിലും അതേക്കുറിച്ച് അത്രയെങ്കിലും പറഞ്ഞത്. ഇതിനു മുൻപ് അവർ പറഞ്ഞത് അവനില്ല എന്നത്രേ. എന്ന് വെച്ചാൽ അവൻ മരിച്ചുപോയി എന്ന്. അവനെ വിറ്റു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യോസഫിനെ വീണ്ടെടുക്കുവാൻ യാക്കോബ് എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്തിയേനെയും, അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേനെ. എന്നാൽ മരിച്ചു എന്ന് തീർച്ചയായപ്പോൾ പിന്നെ ആ ശ്രമം ഒന്നും ആവശ്യമില്ലല്ലോ. വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്കിവിടെ കാണാം. യാക്കോബ് കൃപയിൽ വളരുന്നുണ്ട്, എന്നാൽ അവൻ ശരിക്കും വളർച്ച പ്രാപിച്ചിട്ടില്ല. യഹോവയിൽ ആശ്രയിക്കുന്നതിന് പകരം അവൻ ഈ കുട്ടിയിൽ, അതായത് ബെന്യാമീനിലാണ് ആശ്രയിക്കുന്നത്, ചാരുന്നത്. ബെന്യാമീൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവനെ കൊല്ലും എന്നത്രേ യാക്കോബ് പറയുന്നത്. അങ്ങനെ വന്നാൽ അവൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമത്രേ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ആകെ തകർന്നു പോകേണ്ടവരല്ല നാം. 2 പേരും ദൈവമക്കളാകുന്നുവെങ്കിൽ ഇനിയും കാണാമെന്ന വലിയ പ്രത്യാശയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. 30-31 വാക്യങ്ങളിൽ യഹൂദ തുടരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. യഹൂദയ്ക്ക് ഇത്തരുണത്തിൽ വൃദ്ധനായ യാക്കോബിനോടുള്ള കരുതൽ ശ്രദ്ധിച്ചോ? ആ കൂട്ടത്തിന്റെ വക്താവ് ഇപ്പോൾ യഹൂദയാണ്. ഞാൻ ചിന്തിക്കുന്നത് ആ സഹോദരന്മാരിൽ ആരായിരുന്നെങ്കിലും ഇതേ പ്രസ്താവന നടത്തിയേനേമെന്നത്രേ. 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അടിയൻ അപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനൻ അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. വീണ്ടും യഹൂദ തന്നെയാണ് ഈ കൂട്ടത്തിനു വേണ്ടി സംസാരിക്കുന്നത്. യോസഫ് തന്റെ സഹോദരന്മാരെ പരീക്ഷിക്കുന്നു. അവരെല്ലാം പരീക്ഷ പാസ്സാകുകയും ചെയ്യുന്നു. ബെന്യാമീനെ നൽകുന്നതിന് പകരം ആ സ്ഥാനം എടുക്കുവാൻ അവരെല്ലാം തയ്യാറാകുന്നു. 14 വാക്യത്തിൽ നാം കാണുന്നത് യഹൂദയും അവന്റെ സഹോദരന്മാരും എന്നത്രേ. അതിന് യഹൂദയല്ലല്ലോ ഇസ്രായേലിന്റെ മൂത്തപുത്രൻ. സാധാരണ മൂത്ത മകനാകുന്നു കുടുംബത്തിന്റെ വക്താവായി മുൻപോട്ട് വരേണ്ടത്.
ഈ പ്രതികൂല സാഹചര്യത്തിൽ യഹൂദ ആ സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. 37 അധ്യായത്തിൽ അതിന്റെ 26-27 വാക്യത്തിൽ നാം കാണുന്നത് യോസഫിനെ അടിമയായി വിൽക്കുവാൻ മുൻകൈ എടുക്കുന്നത് യഹൂദയാകുന്നു എന്നത്രേ. യോസഫിനെ രക്ഷിക്കണമെന്നായിരുന്നു രൂബേന്റെ താല്പര്യം. എന്നാൽ അതിനു മുൻപ് യഹൂദ യോസഫിനെ വിറ്റുകഴിഞ്ഞു. പിന്നീട് ഭവനത്തിൽ വന്ന് യാക്കോബിനോട് യോസഫിന്റെ തിരോധാനത്തിന്റെ കഥ പറഞ്ഞപ്പോൾ തന്റെ അപ്പന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ യഹൂദ കണ്ടതാണ്. ആ ദുഃഖം ഇന്നും യാക്കോബിൽ നിന്നും പോയിട്ടില്ല. ആ ദുഃഖത്തിന്റെ കാരണക്കാരൻ താനാകുന്നു എന്ന് യഹൂദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതും മാത്രമല്ല, സ്വന്തം മരുമകളോട് മ്ലേച്ഛത പ്രവർത്തിച്ച് കുടുംബത്തിന് പേരുദോഷം വരുത്തിയതും യഹൂദയാണ്. എന്നാൽ അവനിൽ ഇപ്പോൾ പ്രകടമായ ഒരു മാറ്റം ശ്രദ്ധേയമാണ്. ദൈവകൃപയാൽ എത്ര വലിയ പാപിയിലും മാറ്റമുണ്ടാകുമെന്ന് യഹൂദയുടെ ജീവിതം തെളിയിക്കുന്നു. തന്റെ മോശപ്പെട്ട ജീവിതം ഉപേക്ഷിച്ച് പുതിയൊരാരംഭം യഹൂദയിൽ നാം കാണുന്നു. നിവർത്തികെട്ടിട്ടാണ് ഇങ്ങനെ അവൻ സംസാരിക്കുന്നതെന്ന് കരുതരുത്. വേണമെങ്കിൽ അവന് രക്ഷപ്പെടാമായിരുന്നു. പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും കഥ കെട്ടിച്ചമച്ച് യാക്കോബിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ യഹൂദ സ്വയം ഒരടിമയാകുവാൻ തയ്യാറാകുകയാണ്. അതെ, തന്റെ ഭാര്യയെയും തന്റെ കുഞ്ഞുങ്ങളെയും തനിക്കുള്ളതിനെ മുഴുവനും വേണ്ട എന്ന് വെച്ച് ഇവിടെ മിസ്രൈമിൽ ഒരടിമയായി തീരുവാൻ അവൻ തയ്യാറാണ്. തന്റെ സഹോദരന്റെ സ്വാതന്ത്ര്യത്തിനും തന്റെ പിതാവിന്റെ സന്തോഷത്തിനുമായി സ്വന്തം ജീവനെ ബലിയർപ്പിക്കുവാൻ യഹൂദ തയ്യാറായി എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയൊരു മാതൃക, പ്രിയ സുഹൃത്തെ! താങ്കളുടെ പഴയകാല ജീവിതത്തെ നോക്കി കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടേണ്ട ഒരു കാര്യവുമില്ല. എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മനഃപൂർവമായി അനുതപിക്കുമെങ്കിൽ താങ്കളോട് ക്ഷമിച്ച് താങ്കളെ ഒരു പുതിയ വ്യക്തിയാക്കുവാൻ ദൈവം മതിയായവനാണ്. താങ്കളെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്കൊരനുഗ്രഹമാക്കുവാൻ, താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ ദേശത്തിനും ഒരനുഗ്രഹമാക്കുവാൻ ദൈവം മതിയായവനാണ്. താങ്കൾക്കാവശ്യം ദൈവകൃപയാണ്. യഹൂദയുടെ നികൃഷ്ട പാപങ്ങളല്ല, മറിച്ച് അവന്റെ ധൈര്യവും അനുകമ്പയും ബുദ്ധിപൂർവമായുള്ള സംസാരത്തെ നമുക്കോർക്കാം. അതാണ് നാം മാതൃകയാക്കേണ്ടത്. യഹൂദയുടെ വലിയ മാതൃകയാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എത്ര മനോഹരങ്ങളായ പാഠങ്ങളില്ലേ! തൻ്റെ സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുവാൻ തയ്യാറായ യഹൂദയെപ്പോലെ നമുക്ക് തൻ്റെ ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച യഹൂദയിലെ സിംഹമുണ്ട്, നമ്മുടെ യേശു കർത്താവ്. താങ്കളുടെ ജീവിതത്തിൽ അവനെ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ശരിയായ പാതകളിൽ നയിക്കുവാനായി അവിടുത്തെ വചനം ഓരോ ദിവസവും ഞങ്ങൾക്ക് അവിടുന്ന് തരുന്നതോർത്ത് സ്തോത്രം. നിൻ്റെ വചനം പഠിക്കുവാനുള്ള ആവേശം ഞങ്ങളിൽ അവിടുന്ന് നൽകണമേ. കർത്താവെ, ഞങ്ങൾ യോസഫിനെ പോലെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ, മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുവാൻ മനസ്സോടെ ഇറങ്ങിത്തിരിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഞങ്ങൾ നിൻ്റെ വചനത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ സ്വർഗത്തിലെ ജ്ഞാനം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി, വ്യക്തികളായി നിൻ്റെ കൃപ അനുഭവിപ്പാൻ അവർക്കൊക്കെ സഹായിക്കണമേ. തുടർന്നും അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതുവരെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ.